ബിജി വന്നു പറഞ്ഞു പുത്രത്വമാണ്, കൽപ്പിച്ചാ മതി. ചിക്കു അടുത്ത ദിവസം കയറി പറഞ്ഞു ആമേൻ, കൽപ്പിച്ചാൽ ഒക്കുകയില്ല, കരഞ്ഞാലേ ഒക്കൂ. 2 ദിവസം മാറി മാറി 2 ദൈവദാസന്മാരുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഇനി കരയുന്നുമില്ല, കൽപ്പിക്കുന്നുമില്ല. അപ്പൊ ഇനി കരയണോ കൽപ്പിക്കണോ എന്നറിയാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ വന്നു. എന്താ സിസ്റ്ററെ അനങ്ങാഞ്ഞ? എന്താ അനങ്ങാനാ ബ്രദറെ? കരയണോന്നും അറിയത്തില്ല, കൽപ്പിക്കണോന്നും അറിയത്തില്ല. അതെന്താ? ഇന്നലെ വിജയാഞ്ജലി കരയാൻ പറഞ്ഞു, ഇന്ന് ചിക്കു കരയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നേരെ മനസ്സിലാക്കാതെ ഇനി കരഞ്ഞബദ്ധം കാണിക്കണോ കൽപ്പിച്ചബദ്ധം ആകണോ എന്ന് അറിയാത്തോണ്ട് ഇപ്പൊ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ? എന്തേ ഒന്നും മിണ്ടാത്ത? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ കരയുകയും ചെയ്യണം, നീ കൽപ്പിക്കുകയും ചെയ്യണം. കാരണം പുത്രത്വത്തിന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ കൽപ്പിക്കണം. എന്നാൽ പുത്രത്വത്തിന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ കൽപ്പിക്കണമെങ്കിൽ, പുത്രത്വത്തിന്റെ അധികാരം എന്റെ മേൽ വ്യാപരിക്കണമെങ്കിൽ, പുത്രത്വത്തിന്റെ അകത്ത് ഒരു ദാസ്യത്വത്തിന്റെ അനുസരണം വ്യാപരിക്കണം. ദയവായി കുഞ്ഞുങ്ങളെ ശാന്തരാക്കണേ. ഇന്നലെ രാത്രിയിലും ഒരുപാട് പ്രയാസമായിരുന്നു. ദയവായി ദൈവിക വാഗ്ദത്തങ്ങൾ സംബന്ധിച്ച് അബ്ബാ പിതാവേ എന്ന് ഞാൻ അവിടുത്തെ വിളിക്കുന്നത് കൊണ്ട് ഞാൻ പുത്രനും അധികാരിയുമാണ്. എന്നാൽ പത്രോസ് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കാതെ നിങ്ങൾ ദാസന്മാരായിരിപ്പീൻ. അപ്പൊ വാഗ്ദത്തം സംബന്ധിച്ച് ഞാൻ അധികാരമുള്ളവനാകണമെങ്കിൽ എന്റെ അപ്പന്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാൻ ദാസനാകണം.